നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിതൃക്കൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. കാരണം പിതൃപ്രീതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് ആ വ്യക്തികൾക്ക് ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടിയെത്തൂ. പിതൃപ്രീതി ഇല്ല എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതം കടബാധ്യതകളാലും രോഗദുരിതങ്ങളാലും വളരെയധികം വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരും. പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ സന്താനങ്ങളെ വളരെയധികം ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുക. വിദ്യയുമായി ബന്ധപ്പെട്ട് താഴ്ച സംഭവിക്കാം. കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം ദീർഘമായി നീണ്ടുപോയി എന്ന് വരാം. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം. അതിനാൽ ഏതൊരു വ്യക്തിക്കും പിതൃപ്രീതി അനിവാര്യമാണ്. പിതൃപ്രീതി ഉണ്ട് എങ്കിൽ നാൾക്ക് നാൾ ഉയർച്ചയാണ് വന്നു ചേരുക. ആ വീട്ടിലെ സന്താനങ്ങൾ നാൾക്ക് നാൾ ഉയരും. ആ കുടുംബത്തിൽ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കും. എന്നാൽ പിതൃപ്രീതി ഒരു വ്യക്തിയിലുണ്ട് എങ്കിൽ കാണുന്നതായ സൂചനകളിൽ പ്രധാനപ്പെട്ടതായ ചിലതാണ് ചില ജീവികളുമായി ബന്ധപ്പെട്ട് പ്രകൃതി തന്നെ നിങ്ങൾക്ക് നൽകുന്ന സൂചനയായി തന്നെ പരാമർശിക്കാം. പിതൃക്കൾ സൗഭാഗ്യവുമായി വീട്ടിലേക്ക് അയക്കുന്ന ജീവികളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ജീവികളെ ഞാൻ ഈ പരാമർശിക്കും വിധം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട സൂചനയാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തേതായ ജീവി ചിത്രശലഭമാണ്. ചിത്രശലഭം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ ഫലം നൽകുന്നതായ ഒന്നാണ്. വീടിനുള്ളിൽ ചിത്രശലഭം കാണുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. പിതൃക്കളുടെ സന്ദേശം തന്നെയായി തന്നെ അത് പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കാൻ പോകുന്നു എന്നും അതിനാൽ ചെയ്യുന്നതായ പ്രവർത്തികളിലോ മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രധാനമായും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയോ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനോ സാധിക്കും. പിതൃക്കൾ കൂടെയുണ്ട് അഥവാ പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ തീർച്ചയായും പ്രകടമാകുന്നതായ സാഹചര്യം വന്നു ചേരും. ജയിക്കില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങളിൽ പോലും വിജയം നിങ്ങളെ തേടിയെത്തി എന്ന് വരാം. മറ്റൊന്ന് നാഗമാണ്. പിതൃക്കളുമായി ബന്ധപ്പെട്ട് പലവിധ ലക്ഷണങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ് പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്ന ലക്ഷണം. ഞാൻ ഈ പരാമർശിക്കുന്ന ലക്ഷണം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ശുഭകരമാണ്. നാഗത്തെ നിങ്ങൾ പല വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ കാണുന്നതായ സാഹചര്യം എപ്പോഴും കാണുകയല്ല പറയുന്നത്. ഇടയ്ക്ക് അല്ലെങ്കിൽ വളരെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ നാഗങ്ങളെ കാണുകയാണ് എങ്കിൽ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പലപ്പോഴും ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്നതായ സാഹചര്യം ഉണ്ടാകാം. അത് പലവിധ കാര്യങ്ങളും ആലോചിച്ചാകാം. ഇത്തരം സന്ദർഭങ്ങളിലാണ് നിങ്ങൾ പാമ്പിനെ കാണുന്നത് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. കാരണം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ നാഗങ്ങളുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണം ഏറ്റവും ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണ് അത്. മറ്റൊന്ന് കാക്കയുമായി ബന്ധപ്പെട്ടാണ്. കാക്ക പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷിയാണ്. അതിനാൽ തന്നെ കാക്കയുമായി ബന്ധപ്പെട്ട ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് പിതൃപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. കാക്ക നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന് മുൻപ് കാണിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ് നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കുക എന്നത്.
ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. പിതൃപ്രീതി ജീവിതത്തിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ഐശ്വര്യം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ജീവിതത്തിൽ പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. പ്രധാനമായും പിതൃക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ കൂടുതൽ അനുകൂലമായി തീരുകയോ ചെയ്യാം. അത് ധനപരമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങളോ ആകാം. എന്നാൽ കാക്ക മാറിയിരുന്ന് കരയുന്നതായി കാണുകയാണ് എങ്കിൽ, അതായത് നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കാത്തതായ അവസ്ഥ പല ആവർത്തി ഇപ്രകാരം ആവർത്തിക്കുന്നു എങ്കിൽ അത് ശുഭകരമല്ല. പിതൃപ്രീതിയില്ല എന്ന സൂചനയാണ് നൽകുന്നത്. പിതൃകോപം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ്. അത് അശുഭകരമാകുന്നു. കറുത്ത നായയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കറുത്ത നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. പ്രധാനമായും ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ പല ആവർത്തി സംഭവിക്കുന്നു എങ്കിൽ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലാൻ പോകുന്നു എന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ശത്രുശല്യം കുറയാൻ പോകുന്നു. പിതൃക്കളുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ശത്രുക്കളെ പോലും തോൽപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സൂക്ഷ്മമായി വീക്ഷിക്കുകയാണ് എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. മുൻപത്തെ അപേക്ഷിച്ച് ശത്രുക്കളുമായി ബന്ധപ്പെട്ട ശല്യങ്ങൾ ക്രമേണ കുറഞ്ഞു വരുന്നതാണ്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിജയങ്ങൾ നേടുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു ലക്ഷണം അണ്ണാനുമായി ബന്ധപ്പെട്ടാണ്. അണ്ണാൻ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നത് പോലും ശുഭമാണ് എന്നാണ് പറയുക. പ്രത്യേകിച്ചും പിതൃപ്രീതിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കും. അണ്ണാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഉയർച്ച നൽകാൻ പോകുന്നു. അഥവാ പിതൃക്കളുമായി ബന്ധപ്പെട്ട് ഉയർച്ച, അനുകൂലമായ കാര്യങ്ങൾ, മനസ്സിൽ അനുഭവിക്കുന്നതായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ അണ്ണാൻ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഞാൻ ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ അഥവാ ജീവികളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് പിതൃപ്രീതി ഇരട്ടിച്ചതിൻ്റെ, പിതൃപ്രീതി നിങ്ങൾക്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം.